അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഉസ്വ അൽ ഉർവത്തുൽ ഉസ്ഖ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിനു മുമ്പ് ടെലഗ്രാം ടിപ്സ് യൂസ് വിശദീകരിക്കുന്ന ഡീറ്റെയിലായിട്ട് പറയുന്ന ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. ആ വീഡിയോ കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അത് കണ്ട് അതിലുള്ള ഡൗട്ട്സും സംശയങ്ങളും കമൻറ്റ് ബോക്സിൽ ഇടുക. ഇന്ന് നിങ്ങളുമായിട്ട് ഞങ്ങൾ പങ്കുവെക്കുന്നത് ഒരു ഹദീസാണ്. അവരുടെ പ്ലാൻ പ്രകാരം കഴിഞ്ഞത് ഞങ്ങൾ ചെയ്തത് ഒരു ട്രയലായിട്ടായിരുന്നു. ഇന്ന് ഞങ്ങൾ ചെയ്യുന്നത് ഒഫീഷ്യലായിട്ട് തന്നെ. ഞങ്ങളുടെ പ്ലാൻ എന്തെന്ന് വെച്ചാൽ ഓരോ ദിവസം ഓരോ ഹദീസ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുക എന്നുള്ളതാണ്. പ്രതിദിനം ഒരു ഹദീസ് എന്നുള്ള ഒരു പ്ലാനാണ്. അപ്പോൾ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്ന ഹദീസ് ഇസ്ലാമിക് റിപ്പബ്ലിക്കിൻ്റെ 2ാം ഖലീഫ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത അഥവാ അമീറുൽ മുഅ്മിനീൻ എന്ന നാമം ആദ്യമായിട്ട് ലഭിച്ച ഖലീഫയായിട്ടുള്ള ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണ്. അദ്ദേഹത്തിൻ്റെ വിളിപ്പേരാണ് അബൂ ഹഫ്സ് എന്നുള്ളത്. കാരണം നബിയുടെ ഭാര്യയായിട്ടുള്ള ഹഫ്സ ബീവിയുടെ പിതാവാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. അപ്പോൾ നമുക്ക് ഹദീസിലേക്ക് കടക്കാം. അദ്ദേഹം പറയുകയാണ്, സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നതായിട്ട് ഞാൻ കേട്ടു. നബി തങ്ങൾ എന്താണ് പറയുന്നത്? ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, തീർച്ചയായിട്ടും അമലുകളുടെ സ്വീകാര്യത നിയ്യത്തുകൾ കൊണ്ട് മാത്രമാണ്. അമലുകൾ സ്വീകരിക്കണോ എങ്കിൽ നിയ്യത്ത് അനിവാര്യമാണ്. വ ഇന്നമ ലിക്കുല്ലി ഇംറിഇൻ മാ നവ, എല്ലാ ഓരോ വ്യക്തികൾക്കും അവർ ഉദ്ദേശിച്ച ഒന്നുണ്ട്. ഇനി അവർ ഒരു ഹിജ്റ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിലേക്കും റസൂലിലേക്കുമാണെങ്കിൽ അപ്പോൾ അവരുടെ ഹിജ്റ അള്ളാഹുവിലേക്കും റസൂലിലേക്കുമാണ്. അതാണ് പറയുന്നത്, ഫമൻ കാനത്ത് ഹിജ്റത്തുഹു ഇലല്ലാഹി വ റസൂലിഹി, ആരെങ്കിലും ഹിജ്റ അള്ളാഹുവിലേക്കും അവൻ്റെ റസൂലിലേക്കുമാണെങ്കിൽ അപ്പോൾ അവൻ്റെ ഹിജ്റ അള്ളാഹുവിലേക്കും റസൂലിലേക്കും തന്നെയാണ്. ഇനി ആരുടെയെങ്കിലും ഹിജ്റ ദുന്യാവിലെ ഏതെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ അതാണ് പറയുന്നത്, വമൻ കാനത്ത് ഹിജ്റത്തുഹു ലിദ്ദുന്യ, ആരുടെയെങ്കിലും ഹിജ്റ പലായനം ദുന്യാവിന് വേണ്ടിയിട്ടാണെങ്കിൽ, ദുന്യാവിക ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ, ഇഹലോക ലക്ഷ്യത്തിനോ അല്ലെങ്കിൽ ആവശ്യങ്ങൾക്കോ വേണ്ടിയിട്ടാണെങ്കിൽ യുസീബുഹ, അപ്പോൾ അവന് ആ ദുന്യാവിനെ ലഭിക്കും. ഔ ഇംറഅത്തിൻ, അല്ലെങ്കിൽ ഒരു പെണ്ണിനെ ആവശ്യപ്പെട്ടുകൊണ്ടാണെങ്കിൽ യൻകിഹുഹ, അവന് ആ പെണ്ണിനെ നിക്കാഹ് ചെയ്യും. അപ്പോൾ ഇവിടെ ഇംറഅത്ത് എന്ന് വരുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉമ്മു ഖൈസിനെയാണ്. അഥവാ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ ചെയ്യുമ്പോൾ നബിയുടെ കൂടെ ഒരാൾ പുറപ്പെട്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം മദീനയിലുള്ള ഉമ്മു ഖൈസിനെ കാണണം, അവരെ നിക്കാഹ് ചെയ്യണം എന്നുള്ളതായിരുന്നു. അപ്പോൾ അതുദ്ദേശിച്ചുകൊണ്ടാണ് ഔ ഇംറഅത്തി യൻകിഹുഹ എന്ന് നബി ഈ ഹദീസിൽ പറയുന്നത്. അപ്പോൾ ഫഹിജ്റതുഹു ഇലാ മാ ഹാജറ ഇലൈഹി, അപ്പോൾ ഒരാളുടെ ഹിജ്റ എന്നുള്ളത് അവന് ഏതൊന്നും ഉദ്ദേശിച്ചുകൊണ്ടാണ് പുറപ്പെടുന്നത്, പലായനം ചെയ്യുന്നത്, ആ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു അമലുകളുടെ സ്വീകാര്യത നിയ്യത്തുകൾ കൊണ്ട് മാത്രമാണ്. അപ്പോൾ നിയ്യത്ത് ഉണ്ടാവേണ്ടത് ഹൃദയത്തിലാണ്. അപ്പോൾ നിയ്യത്തിനാണ് ഈ ലഫ്ദിലേക്കാളും അഥവാ ഉച്ചാരണത്തിലേക്കാളും. അപ്പോൾ നമുക്ക് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാകുന്നത് നിയ്യത്തിനാണ് ഈ ഉച്ചാരണത്തിനേക്കാളും ശ്രേഷ്ഠതയുള്ളത്, പ്രാധാന്യമുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ നിസ്കരിക്കുമ്പോൾ നിയ്യത്ത് ചെയ്യണം, നിയ്യത്ത് മനസ്സിൽ തന്നെ കരുതണം എന്നത് നിർബന്ധമാക്കിയതും, അതുപോലെ തന്നെ ഈ നിയ്യത്ത് ഉച്ചരിക്കൽ സുന്നത്താക്കിയതും. ഓക്കെ, മറ്റൊന്നെന്ത് എന്ന് വെച്ചാൽ നിയ്യത്താണ് എല്ലാ ഇബാദത്തുകളുടെയും അടിസ്ഥാനം. ഒരു ഇബാദത്ത് ശരിയാവണമെങ്കിൽ, അതിൽ ശരിയാണെന്ന് മനസ്സിലാകണമെങ്കിൽ, എന്തെങ്കിലും ഫസാദ്, മോശമായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് മനസ്സിലാവണമെങ്കിലും, അത് പരിപൂർണമായിട്ടുണ്ടോ എന്ന് മനസ്സിലാകണമെങ്കിലും, അതിലെന്തെങ്കിലും ന്യൂനതയുണ്ടോ എന്ന് മനസ്സിലാകണമെങ്കിലും ആദ്യം നമുക്ക് നിയ്യത്ത് പരിശോധിച്ചാൽ മതി. പിന്നെ
എല്ലാ കാര്യങ്ങളും അത് ഉദ്ദേശിക്കുന്നത് പ്രകാരമാണ്. അതാണ് നിയ്യത്ത്. പിന്നെ ഒരു സാധാരണ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളും നമ്മൾ ആരാധനയായിട്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കും ഇടയിലുള്ള വ്യത്യാസം നിയ്യത്താണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മൾ തിന്നുന്നതും നമ്മൾ നിസ്കരിക്കുന്നതും ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം, തിന്നുമ്പോൾ നമ്മൾ ഒരു നിയ്യത്തും വെക്കാതെ നേരെ തിന്നാണ്, അപ്പോൾ അതിലൊരു കൂലി കിട്ടണില്ല. നമ്മൾ മറിച്ച് നിസ്കരിക്കുമ്പോൾ അവിടെ നിയ്യത്ത് വെക്കുന്നുണ്ട്. ഞാൻ അള്ളാഹുവിന് വേണ്ടിയിട്ട് ളുഹർ 4 റക്അത്ത് നിസ്കരിക്കുന്ന ഒരു നിയ്യത്ത് വെക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് അതിന് കൂലി കിട്ടുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലായി സാധാരണ പ്രവർത്തനങ്ങളും ഇബാദത്തും അതിന് തമ്മിലുള്ള വ്യത്യാസം നിയ്യത്താണ്. പിന്നെ മറ്റൊന്ന് എന്താ വെച്ചാൽ ഒരു മനുഷ്യന് നിയ്യത്ത് കൊണ്ട് അവൻ്റെ അമല് ചെയ്യുന്നതിനേക്കാൾ, അവനൊരു പ്രവർത്തനം ചെയ്യുന്നതിനേക്കാൾ അവൻ കരുതുന്നത് കൊണ്ട് കൂലി കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറയാറുണ്ട് കളിക്കുകയാണെങ്കിൽ നിയ്യത്ത് വെച്ച് കളിക്കുകയാണെങ്കിൽ അഥവാ ഇപ്പോൾ കളിക്കുന്നത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുക, നമ്മൾ കരുതുക പഠിക്കാനൊരു ഉന്മേഷം കിട്ടാൻ വേണ്ടിയിട്ട് കളിക്കാമെന്ന് കരുതുക, നമുക്ക് അതിനൊരു കൂലിയുണ്ട്. അപ്പോൾ എന്താണ് ആ പ്രവർത്തിക്കുന്നത്, അപ്പോൾ നമ്മൾ ഈ നിയ്യത്തില്ലാത്ത അവിടെ പ്രവർത്തിക്കുകയാണെങ്കിൽ കളിക്കുകയാണെങ്കിൽ നമുക്ക് കൂലിയില്ല. അവിടെ നമ്മൾ നിയ്യത്ത് വെക്കുന്നത് കൊണ്ടാണ് കൂലി കിട്ടുന്നത്. അപ്പോൾ നിയ്യത്തിന് ചില സമയത്ത് അമലിന് സ്വാധീനം ചെലുത്താൻ പറ്റുന്നതിലേറെ സ്വാധീനം ചെലുത്താൻ നിയ്യത്തിന് പറ്റും എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ടാണ് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഹദീസിലൂടെ പറയുന്നത് എന്താണ്, ഒരാൾ യുദ്ധം ചെയ്യുന്നത് എന്താണ് ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ, അല്ലെങ്കിൽ ഓന് യോദ്ധാവാണ് എന്നറിയാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഒന്നും ഓന് കൂലി കിട്ടൂല. മറിച്ച് അള്ളാഹുവിൻ്റെ കലിമത്ത് അത് ഉയർന്ന അവസ്ഥയിൽ നിൽക്കണം എന്ന് വിചാരിച്ചു കൊണ്ടാണ് അവന് യുദ്ധം ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിനാണ് അവന് കൂലി കിട്ടുക എന്ന് നബി ഒരു ഹദീസിലൂടെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഹദീസിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുക എന്താണ്, നിയ്യത്തിന് വലിയ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എല്ലാ കിതാബിൻ്റെയും തുടക്കത്തിൽ, ഹദീസ് ഗ്രന്ഥങ്ങളുടെയൊക്കെ തുടക്കത്തിൽ കൊടുക്കുന്ന ഹദീസാണിത്. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത് വ ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവ ഫമൻ കാനത്ത് ഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി ഫഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി വമൻ കാനത്ത് ഹിജ്റതുഹു ലിദ്ദുനിയ യുസീബുഹ ഔ ഇംറഅത്തിൻ യൻകിഹുഹ ഫഹിജ്റതുഹു ഇലാ മാ ഹാജറ ഇലൈഹി. അപ്പോൾ ഈ ഹദീസ് സ്വഹീഹുൽ ബുഖാരിയുടെ തുടക്കത്തിൽ വരെ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഹദീസ് ശരിക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഇനി ഇതുപോലെയുള്ള ഹദീസ് ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോകളായിരിക്കും എല്ലാ ദിവസവും ഇൻഷാ അല്ലാഹ് അപ്ലോഡ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ വേണ്ടവർ, ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇതിലുള്ള ഡൗട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഡൗട്ട് മാത്രമല്ല, നിങ്ങൾക്ക് ഇതിലുള്ള കൂടുതൽ വിവരങ്ങൾ ഞാൻ ഇപ്പോൾ ജസ്റ്റ് പറഞ്ഞ് ഇതിലേറെ നിങ്ങൾക്ക് അറിയുന്നതുണ്ടെങ്കിൽ അതും ഇതിൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.